ദുലീപ് ട്രോഫിയിൽ തൻ്റെ ബാറ്റിംഗ് വിസ്മയം പുറത്തെടുത്തു സഞ്ജു സാംസൺ. ഇന്ത്യ ബിക്കെതിരെ ആദ്യ ദിനം 89 റൺസ് നേടിയിരുന്ന സഞ്ജു രണ്ടാം ദിനം തൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കുകയായിരുന്നു. 95 പന്തിൽ 11 ഫോറിൻ്റെയും 3 സിക്സറിൻ്റെയും അകമ്പടിയോടാണ് സഞ്ജു സാംസൺ സെഞ്ചുറി തികച്ചത്. 106.31 സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജുവിൻ്റെ സെഞ്ചുറി. കുറച്ചു കാലമായി മോശം ബാറ്റിങ്ങിൻ്റെ പേരിൽ ഏറെ വിമർശനം കേട്ടിരുന്ന സഞ്ജു സാംസൺ മുൻപ് കിട്ടിയിരുന്ന പല അവസരങ്ങളും മുതലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലേക്കുള്ള തൻ്റെ പാതയും ഏകദേശം അടഞ്ഞ മട്ടിൽ തന്നെയായിരുന്നു. നേരത്തെ തന്നെ ഏകദിന ടെസ്റ്റ് ടീമുകളിൽ നിന്നും ഇടം പിടിക്കാനും സഞ്ജുവിന് കഴിഞ്ഞിരുന്നുമില്ല. ഇതേ സഞ്ജുവിൻ്റെ 11ാം ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറിയാണിത്. ആദ്യം ദുലീപ് ട്രോഫിക്ക് സഞ്ജു സാംസനെ പരിഗണിച്ചിരുന്നില്ല. അതിനുള്ള മറുപടി സെഞ്ചുറി കൊണ്ട് പറഞ്ഞു എന്നാണ് ആരാധകർ പറയുന്നത്. ബംഗ്ലാദേശിനെതിരെയുള്ള രണ്ടാം ടെസ്റ്റിനുള്ള ടീമിനെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ടെസ്റ്റ് ടീമിലേക്ക് സഞ്ജുവിന് വിളിമരുമോ എന്ന് കാത്തിരുന്നു കാണേണ്ട അവസ്ഥയാണ്. പക്ഷേ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ സെഞ്ചുറി സെലക്ടർമാർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെ ആണ്. ഏറ്റവും അനിവാര്യമായ സമയത്താണ് സഞ്ജുവിൻ്റെ ഈ നിർണായക പ്രകടനവും. ശ്രേയസ് അയ്യർ അടക്കം മോശം പ്രകടനം നടത്തിയ പിച്ചിൽ സെഞ്ചുറിയോടെ സഞ്ജു സാംസൺ തിറങ്ങിയത് സെലക്ടർമാർക്ക് അവഗണിക്കാൻ കഴിയുന്ന കാര്യമല്ല. ശ്രേയസ് അയ്യർ അടക്കം മോശം പ്രകടനം നടത്തിയ പിച്ചിൽ സെഞ്ചുറിയോടെ സഞ്ജു തിളങ്ങിയത് സെലക്ടർമാർക്ക് അവഗണിക്കാൻ കഴിയില്ല. തുടക്കം നല്ല പ്രകടനത്തിനു ശേഷം നിറം മങ്ങിയ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച സഞ്ജു സെഞ്ചുറി നേടിയത്. 101 പന്തിൽ 106 റൺസ് നേടി നവദീപ് സൈനിക്ക് വിക്കറ്റ് നൽകിയാണ് സഞ്ജു പുറത്തായത്. കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിൽ 2 2020 മത്സരങ്ങളിലും സഞ്ജു ഡെക്കായി മടങ്ങിയിരുന്നു. അതിനാൽ ഇനി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക എന്ന കാര്യം പ്രയാസമായിരുന്നു എന്ന് വിലയിരുത്തുന്ന സമയത്താണ് സഞ്ജുവിൻ്റെ ഈ സെഞ്ചുറിയോടെ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്.